ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ പോവാണ് അമ്മയുടെ അച്ഛൻ്റെ ആനിവേഴ്സറിന് വേണ്ടി. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. കുറേ നാളുകൾക്ക് ശേഷം നമുക്കൊരു പ്രോപ്പർ ഇൻട്രോ ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ ദേ നമ്മൾ റോഡ് കാണിച്ചിട്ട് തന്നെയാണ് ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. കാറിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ആനിവേഴ്സറി സെലിബ്രേഷന് വേണ്ടിയിട്ട് മോള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ECRലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ECR പറഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റ് റോഡ്, അതായത് നമ്മുടെ പോണ്ടിച്ചേരി അങ്ങോട്ടൊക്കെ പോയില്ലേ അപ്പോൾ ആ വഴി. നമ്മൾ ഷോളിംഗനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോവുക. നമ്മൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പോണ്ടിച്ചേരി, ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ VGP ലിറ്റിൽ കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് ചെന്നൈയിൽ വരുന്നവർക്കും ഉള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു റിസോർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. നമ്മൾ പോണ്ടിച്ചേരി ആയിരുന്നു പ്ലാൻ ചെയ്തത്. പോണ്ടിച്ചേരി പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു 3-4 മാസം മുമ്പേ കൊടൈക്കനാലിലേക്ക് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആയില്ല. ചില ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങൾ കാരണം ആ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് ഫുള്ളായിട്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ പോണ്ടിച്ചേരി 1 വീക്കായിട്ട് തേടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു മഴയാണ് സീസൺ, അപ്പോൾ പോണ്ടിച്ചേരിയൊക്കെ പോണത് കുറച്ച് റിസ്ക് ആണല്ലോ. മഴ ഭയങ്കര ഒരു 2 hours ട്രാവൽ ഉണ്ട്. അപ്പോൾ എന്തിനാ വെറുതെ പോണ്ടേന്ന് വിചാരിച്ചിട്ട് എന്നാൽ നമുക്ക് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ വേണം, അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് പച്ചപ്പും ഹരിതാഭയും ആസ് യൂഷ്വൽ വേണം എന്നുണ്ടായിരുന്നു. വീടിങ്ങനെ നമ്മൾ വർഷം മുഴുവനും വീട് കണ്ടിരിക്കുന്നതിനെക്കാട്ടി ഒരു ദിവസം മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് സെർച്ച് ചെയ്തപ്പം VGP ആ ഒരു പിക്ചേഴ്സൊക്കെ കണ്ടപ്പോൾ നല്ല എന്താ പറയുക, ഞാൻ പോയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു റിസോർട്ടാണ് ഇത്. ഞാൻ പോയത് ആകെ ഒരു 4-5 സ്ഥലത്താണ് പോയിരിക്കണേ. എന്നാലും അതിൽ ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി ആയിരുന്നു ഇത്. അപ്പോൾ VGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നിത്യമൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ, അതായത് 1 വയസ്സൊക്കെ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ VGPയുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയിട്ടുണ്ട്. സോ നമുക്ക് VGPനെ കുറിച്ച് അറിയാം. അവരുടെ തന്നെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്നോ കിങ്ഡത്തിൽ നമ്മൾ പോയിട്ടുണ്ട്, അക്വ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇതേ റൂട്ടിൽ തന്നെ ഇങ്ങനെ വിട്ട് അതേ സ്ഥലത്ത് തന്നെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് നടന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെയാണ് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റിസോർട്ട് വന്നിരിക്കുന്നത്. റിസോർട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. സാധാരണ എല്ലാവരും റിസോർട്ടിൽ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ കുറേ സ്ഥലം ഉണ്ടാവും. പിന്നെ ഫാമിലി ആയിട്ട് കുറച്ച് മറ്റു ജോലി കാര്യങ്ങളോ വീട്ടിലെ ജോലികളോ ഒന്നും നമുക്ക് തടസ്സമില്ലാണ്ട് ഇന്ന് സംസാരിക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മഴ വരണത് എല്ലാവർക്കും ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടമില്ല മഴ വരണത്. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പോഴേ നമ്മൾ റിസപ്ഷൻ്റെ അവിടെ എത്തി. റിസപ്ഷൻ പറഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡിൻ്റെ ആ ഒരു ഭാഗത്താണ് വരുന്നത്. റൂമുകൾ ഇങ്ങനെ പരന്ന് കിടക്കാൻ കേട്ടോ. എവിടെയാണ് പോണത്, എങ്ങനെയാണ് പോണതെന്നൊന്നും നമുക്കൊരു പിടി കിട്ടില്ല. നമ്മളവിടെ നിന്ന് കീ കാർഡ് വാങ്ങിച്ചിട്ട് കാറിൽ തന്നെയാണ് അവർ പറയണ സ്ഥലത്തേക്ക് നമ്മൾ പോയത്. ഇപ്പോൾ സാധാരണ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബഗ്ഗിയിലൊക്കെ കൊണ്ടുപോയിരിക്കും. പക്ഷെ നമ്മൾ കാറ് പാർക്ക് ചെയ്യേണ്ട സ്ഥലം നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ബീച്ചിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് റൂം കിട്ടിയത്. കുറച്ചുകൂടി നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ബീച്ചിൻ്റെ ഫേസിങ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയാനേന്ന് തോന്നുന്നു. നമ്മളൊരു സാറ്റർഡേ ആണ് പോയതെങ്കിൽ നമ്മൾ റൂം ഫിക്സ് ചെയ്തത് തേഴ്സ്ഡേ ഒക്കെ ആയിട്ടാണ്. തേഴ്സ്ഡേ വെനസ്ഡേ ആ ഒരു സമയത്താണ് നമ്മൾ റൂം തന്നെ ഇവിടെ തന്നെ പോവാമെന്നൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ അതേ വന്നപ്പോഴേക്കും മഴയൊക്കെ മൂടൊക്കെ കളഞ്ഞു. എന്നാലും ഓക്കെ, നമുക്ക് വന്ന് കുറച്ച് റിലാക്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നു. റൂം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ താഴെയും മുകളിലൊക്കെ ആയിട്ടുണ്ട്. റൂം തുറന്ന് കണ്ടു ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര വലിയ റൂമായിരുന്നു. സ്പേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 പേരിനൊക്കെ ശരിക്കും കൊള്ളും, അങ്ങനെയുള്ള സെറ്റപ്പായിരുന്നു. വലിയ റൂം. നമ്മളുടെ ടോട്ടൽ ഫ്ലാറ്റിൻ്റെ വലിപ്പമുണ്ട് ഒരു റൂമിനെന്ന് തോന്നി എനിക്ക്. സ്റ്റോറേജ് സ്പേസ് നന്നായിട്ടുണ്ട്, മിററുകൾ നിറച്ചിട്ടുണ്ട്. ഇത് ബാത്റൂം തന്നെ നമ്മളുടെ ഒരു ബെഡ്റൂമിൻ്റെ അത്രയുണ്ടെന്ന് പറയുമല്ലോ, അത്രയുണ്ട്. പക്ഷേ എനിക്ക് ചെന്ന് ഉള്ളിൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതൊരു പഴയ പ്രോപ്പർട്ടിയാണ്. പഴയ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ വേറെ കാര്യങ്ങൾ കൊണ്ടൊന്നും മനസ്സിലാവില്ല. എനിക്ക് മഴയായതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഈർപ്പം. പിന്നെ ബാത്റൂമിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ബെഡും ആ ഒരു ഭാഗത്തൊന്നും കുഴപ്പമില്ല. ഫർണിച്ചേഴ്സൊക്കെ കുറച്ച് പഴകിയതായിരുന്നു. ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ നിറച്ചിട്ടുണ്ട്. പിന്നെ മഴയുടെ ഒരു ഇരുട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇരുട്ട് കാരണം നമുക്കൊരു തെളിച്ചമില്ലായ്മ ഉണ്ടായിരുന്നു.
ഏറെക്കുറെ മെയിൻ്റനൻസിൻ്റെ വളരെ കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിലത്തൊന്നും കാല് തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വന്നത് ഒരു 12 മണി 1 മണി ആ സമയത്തായതുകൊണ്ട് ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സാധാരണ റിസോർട്ട്സിലൊക്കെ ഒരു കെറ്റിലും പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് കോഫി, ടീ പൗച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്കൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് നിറച്ച് റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്നാൽ അങ്ങോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നടന്നു പോകാനും നമുക്ക് മഴ ഒന്ന് തോരാനൊക്കെ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ആദ്യമായിട്ട് വന്നതുകൊണ്ട് എവിടെയാണെന്നൊന്നും നമുക്ക് വലിയ പിടുത്തമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചോദിച്ചിങ്ങനെ പോവായിരുന്നു. അവിടെ ഈ ഒരു കൊർക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാൻ കയറുന്നതിന് മുമ്പ് ചുമ്മാ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. കാരണം മഴയില്ലായിരുന്നു ആ സമയത്ത്, ഒന്ന് തുറന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ കുറച്ച് ഫേമസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. കാരണം പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടേ, അതായത് സ്റ്റേ ചെയ്യാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നല്ല ഫുഡായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ അവിടുന്ന് ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് മഴ വരണ വരെ നമുക്ക് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബീച്ച് സൈഡിൻ്റെ അവിടേക്കൊക്കെ വന്നു. ഇതിപ്പോൾ എവിടെയാണ് ബീച്ച് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാം. അല്ലെങ്കിൽ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിഞ്ഞ് നമ്മുടെ റൂമിൽ പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞൊരു ഈവനിങ് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഈവനിങ് വരാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ദേ ഇവിടെ തന്നെ ഈ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴാണ് കണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കഫേ പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ബീച്ചിനോട് ചേർന്നിട്ട്. അപ്പോൾ അത് ഇവരുടെ തന്നെ ഒരു ഭാഗം തന്നെയാണ്, പക്ഷേ ഇത് സെപ്പറേറ്റ് ഒരു റെസ്റ്റോറൻറ്റ് പോലെ പിസ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചെറിയൊരു കഫേ. അപ്പോൾ ഇത് നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് ഇന്ന്, അതായത് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു വൈബ് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ നനഞ്ഞിരിക്കണ ഒരു അന്തരീക്ഷം, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ളൊരു ഇത്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു മൂഡ് പോവുമല്ലോ. അപ്പം അങ്ങനൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ കുട്ടികൾ നന്നായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനാണ്, അതായത് ഇപ്പോൾ വെയിലൊന്നും ഇല്ല, ഇപ്പോൾ ഉച്ചയാണ്, ഒരു 2:30-3 മണി സമയമാണ്. അപ്പോൾ വെയിലേ ഇല്ല, അതുകൊണ്ട് നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നു പറഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഈ ഒരു ഫുള്ള് ലോൺ പോലെ പുല്ല് വിരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് എത്ര സ്ഥലമാണെന്ന് നോക്കൂ, ഭയങ്കര വലുതാണ്. ഇപ്പോൾ വലിയ വലിയ ഫങ്ഷൻസും പാർട്ടീസും ഒക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വാഷ് ബേസിനൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇവിടെ ടെൻ്റ് അടിച്ച് ഷാമിയാനൊക്കെ കെട്ടിയിട്ട് കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കോർപ്പറേറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബീച്ച് ഫേസിങ് വില്ലാസ് ഇവിടെയാണിട്ടുള്ളത്. ഇതൊക്കെ മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടിയാനെ. രാവിലെയൊക്കെ എണീറ്റിട്ടുള്ളൊരു വൈബ് സൂപ്പറായിരിക്കും. അപ്പോൾ അതേ ഞാൻ മൂഡ് കളയാനുള്ള വേറൊരു കാര്യം, ഈ ഊഞ്ഞാലിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം കെട്ടി കിടക്കണ കണ്ട് നമുക്ക് ആർക്കെങ്കിലും ഈ ഊഞ്ഞാലിരിക്കാൻ തോന്നുമോ? അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ഡിസപ്പോയിൻറ്റ് ആയത് ആ ഒരു ദിവസം. എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കണമല്ലോ. പിന്നെ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി. അപ്പം അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടാവും. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ ഉള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുത്താലേ നമ്മൾ പുറത്തേക്ക് ഇറക്കി വിടുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഞാനൊരു ബീച്ച് പേഴ്സണേ അല്ല, എനിക്ക് ബീച്ച് അങ്ങനെ ഇറങ്ങി കളിക്കുകയും നനയാനൊന്നും ഇഷ്ടമുള്ള ഒരാളൊന്നല്ല. ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ പിന്നെ ഒന്നും ഞാൻ ഇറങ്ങാറൊന്നുമില്ല, വെറുതെ കാലം നനയ്ക്കും അത്ര തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ഉച്ച സമയമായിട്ടും വെയിലില്ലാത്തതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത് ഒരു പ്രൈവറ്റ് ബീച്ച് ഒരു സെറ്റപ്പാണ്. ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അടുത്തടുത്ത് ഫുള്ള് ആ VGP ലിറ്റിൽ കിങ്ഡവും അതിൻ്റെ ഒരു പ്രൈവറ്റ് ബീച്ച്, പിന്നെ വേറെയും പേഴ്സണൽ ബീച്ചുകളൊക്കെ ഉണ്ടല്ലോ, മറ്റേ വീടുകളുടെയൊക്കെ ചേർന്നിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളവിടെ ചെന്നു, ജസ്റ്റ് നമ്മൾ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണമല്ലോ. ടോട്ടൽ റിസോർട്ട് എങ്ങനെയുണ്ട്, എന്തൊക്കെ സ്ഥലങ്ങൾ എവിടേക്കാണെന്ന് അറിയാനാണ് ഇറങ്ങിയതെങ്കിലും കുട്ടികൾ ഇവിടെ വന്നു കളിച്ചൊക്കെ തുടങ്ങി. അവർക്ക് 2 പേരുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബീച്ച് ആയതുകൊണ്ട് കളിച്ചു തുടങ്ങി. നമ്മളും പിന്നെ ജസ്റ്റ് കാലം നനച്ചു, അത്രേ ഉണ്ടായുള്ളൂ ശരിക്കും. പിന്നെ ഈവനിങ് വരാം. ഇനി പിന്നെ ഞാനും വിചാരിച്ചു ഭയങ്കര മഴയൊക്കെ ആണെങ്കിലോ ഒരു പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കളിച്ചോട്ടെ, ഈവനിങ് ഒന്നും വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇന്ന് നമ്മൾ സാധാരണ ബീച്ചിൽ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കാറുണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. കാരണം മഴ പെയ്ത് തോർന്നിട്ട് അവിടെയൊക്കെ നനവാണല്ലോ.
അപ്പം അതുകൊണ്ട് എനിക്ക് അതും ആ ഒരു കാര്യത്തിലും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പിന്നെ MGM ബീച്ച് റിസോർട്ടിൽ നമ്മൾ പണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വരുമ്പം തന്നെ കാല് കഴുകാനും കൈ കഴുകാനും പൈപ്പൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഈവൻ ഷവറിന് പോലും സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ കയറി വന്നു, മണലൊക്കെ നമ്മൾ ആ പുല്ലിൽ നടന്നിട്ട് തട്ടിക്കളഞ്ഞു. പിന്നെയും ഫോട്ടോ സെഷൻ തന്നെ, ഫോട്ടോ സെഷൻ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നില്ലേ, ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന സമയത്ത് ഇവിടെ 2-3 പേര് ഇരിക്കുമായിരുന്നു ഈ ഊഞ്ഞാലിൽ. അപ്പം തൊട്ടേ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവർ പോണ്ടോ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അവർ പോണ ലക്ഷണേ കാണണ്ടായിരുന്നില്ല. നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നപ്പോഴേക്കും ആൾക്കാർ പോയിണ്ടായിരുന്നു. സോ നമ്മൾ മാക്സിമം അവിടെ എൻജോയ് ചെയ്തു, ഊഞ്ഞാലിരുന്ന്. അതൊരു നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ, അവിടെ ആ ഒരു ബീച്ച് വ്യൂവോട് കൂടിയിട്ട്. പിന്നെ രാത്രി നമ്മൾ എന്തായാലും ഒന്ന് ചുമ്മാ ECRൽ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് കാറൊക്കെ എടുത്ത് പുറത്തു പോയി ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നെക്സ്റ്റ് ഡേ ഞാൻ വിചാരിച്ച പോലെയേ അല്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ പെരും മഴ പ്രതീക്ഷിച്ച എനിക്ക് വിപരീതമായിട്ട് ജസ്റ്റ് ഒരു ചെറിയ വെയിലോട് കൂടിയിട്ടാണ് കേട്ടോ രാവിലെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 8 മണിയോട് കൂടി തന്നെ റെഡി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എത്ര വേണമെങ്കിലും കഴിക്കാം, അങ്ങനെയാണ്, അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ കഴിച്ചു. അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ പുറത്തൊക്കെ കാഴ്ചകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ വെയിൽ വന്നാലാണ് നമുക്ക് ഈ ഒരു പുല്ലിൻ്റെയും മരത്തിൻ്റെയും ചെടികളുടെയൊക്കെ ഒരു കളറ് അവിടെ റിഫ്ലക്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുള്ളൂ എന്ന് എനിക്കപ്പോൾ തോന്നി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ ആ പ്രോപ്പർട്ടി ഫുള്ള്, നമ്മൾ പോവാത്ത കുറേ സ്ഥലമുണ്ട്, മഴ പേടിച്ചിട്ടും ഒക്കെ പിന്നെ ഇരുട്ടൊക്കെ ആയി ഒരു രസമില്ലാത്തൊരു മൂഡായതുകൊണ്ട് ഇന്നലെ പോവാത്ത സ്ഥലത്തൊക്കെ ഈ ഒരു മോർണിംഗ് ഞങ്ങൾ ഫുള്ള് കറങ്ങി. കുട്ടികൾക്ക് ഇഷ്ടമൊന്നുമില്ലായിരുന്നു നടക്കാൻ, എന്നാലും ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് ഫുള്ള് അവിടെ നടന്നു. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ മഴക്കാലം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, തിരക്കേ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നോർമലി അതൊരു വെക്കേഷൻ ടൈം ഒന്നും അല്ലല്ലോ. അപ്പോൾ ദീപാവലിയുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അടുത്തൊരു വീക്കെൻഡാണ് നമ്മൾ പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് അധികം തിരക്കില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഇതുപോലെ നടക്കാനാണെങ്കിലും ഒന്നും ഒരു തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നടന്നു. അപ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ വില്ലകൾ ഉള്ളത് കണ്ടത്. അപ്പം അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പ്രൈവറ്റ് വില്ല പോലെയൊക്കെ പുല്ലുകളുടെ ഇടയിൽ അങ്ങനെ കാണാൻ തന്നെ രസമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം തലേ ദിവസം, അതായത് സാറ്റർഡേ, മനസ്സാകെ കൂടി ഒരു മാതിരി വിഷമിച്ച അവസ്ഥയിൽ നിന്ന് ആ ഒരു വെയിൽ വന്നു, വെള്ളമൊക്കെ ഒന്ന് പോയി, വെയിലിന്റെ ഒരു ചൂടൊക്കെ അടിച്ചപ്പോ എല്ലാവർക്കും ഒരു സന്തോഷം. സിറ്റിയാണ് എനിക്കിഷ്ടം. എനിക്ക് സിറ്റി ഇഷ്ടമാണ്. എനിക്ക് സിറ്റി ഇഷ്ടം. സിറ്റി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇത് രണ്ടും ഇഷ്ടം. ഇതാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കണേ. അവർക്ക് ഈ പുല്ലൊക്കെ ഇഷ്ടമാണ്, കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, അത് കൂടെ നടക്കാൻ ഇഷ്ടമില്ല അത്രേ. അപ്പം അതിൽ ചെറിയ ചെറിയ പ്രാണികളും വെട്ടില് പിന്നെ കുഞ്ഞു കുഞ്ഞു തവളകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ അവർക്ക് പേടിയായതുകൊണ്ട് അത് പറയായിരുന്നു. സിറ്റി ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, അതാണ് അവർക്ക് ഇഷ്ടം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും സിറ്റി തന്നെയാണ് ഇഷ്ടം, പക്ഷേ ഇടയ്ക്ക് നമുക്ക് കണ്ണിന് കുറച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കൊടുക്കണമല്ലോ, സിറ്റിയിൽ അത് കിട്ടില്ലല്ലോ. അപ്പം ഇത് കുറച്ച് വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടി ഒരു ടോട്ടൽ റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യും. നമുക്ക് ഒരു ടോട്ടലി ഉള്ള ആ ഒരു ലൈഫിൽ നിന്ന് കുറച്ചൊരു മാറ്റം ഫീൽ ചെയ്യും ഒരു ദിവസത്തേക്കെങ്കിലും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ പോകണം നല്ലതാണ്. നമുക്ക് ദൂരയാത്രയ്ക്കൊന്നും തീരെ പോകാൻ പറ്റാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഇതുപോലെ റിസോർട്ടിലൊക്കെ വന്നിട്ട് അതിപ്പോൾ ഒരു സംസ്കാരമായി മാറിയിരിക്കണം. കാരണം ഒരുവിധ ആൾക്കാരൊക്കെ ഇതുപോലെ ഒരു ബ്രേക്ക് എടുക്കാൻ വർഷത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇപ്പോൾ റിസോർട്ടിലൊക്കെ പോയി തുടങ്ങി. നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ പോവുകയാണെങ്കിലും ഇവിടെ അടുത്തെവിടെയാണ്, ഒന്ന് പോണ്ടിച്ചേരിയാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ട്രെയിനിലൊക്കെ കയറി പോകേണ്ട ഒരു ഗതിയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും അതെ, 2 ദിവസം നമുക്ക് സ്റ്റേ അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും, ദൂരമാണല്ലോ. അപ്പോൾ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് തന്നെയാണെന്ന്. പിന്നെ ഇത് ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സൺഡേ ആണല്ലോ, അപ്പോൾ സൺഡേ എല്ലാവരും വന്ന് എല്ലാ ബീച്ചിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമുക്ക് 12 മണിക്കാണ് ചെക്കൗട്ട്. സോ നമ്മൾ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ കുറേ നേരം ഇവിടെയൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് പിന്നീട് പോയി കുളിച്ച് റെഡി ആയിട്ട് നേരെ വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചു. കാരണം
മൺഡേ തൊട്ട് നമുക്ക് ജോലിക്ക് പോകണം, പിന്നെ സ്കൂളൊക്കെ ഉണ്ട്, സ്കൂളിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ഹോംവർക്കൊക്കെ ഉണ്ടോ നോക്കണം, അതിനൊക്കെ ഒരു സമയം കൊടുക്കണമല്ലോ. പിന്നെ വെക്കേഷൻ ആയിരുന്നെങ്കിലും ഒരുപക്ഷെ മഴയില്ലായിരുന്നെങ്കിലും നമുക്കിവിടെ അടുത്ത് VGP വണ്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്രേ. അപ്പോൾ അത് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇപ്പം ലിറ്റിൽ കിങ്ഡത്തിൽ പോയിട്ടുണ്ട്, പിന്നെ അക്വാ കിങ്ഡം, ഐസ് കിങ്ഡം എല്ലാത്തിലും പോയിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടർ വേൾഡിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ വെക്കേഷൻ ടൈമിൽ പോയാലേ ഒരു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അത് വിട്ടു. പിന്നെ അത് ഇവിടെ ഇരുന്ന് കുറച്ച് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസും കൂടിയൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ റൂമിൽ പോയി പാക്കൊക്കെ ചെയ്ത് നമ്മൾ ഒരു മണിയോട് കൂടിയിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് നമുക്ക് ഒരു 1 hour ട്രാവലേ ഉള്ളൂ ഇവിടുന്ന് വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ആനിവേഴ്സറി പ്രാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്തു. സാറ്റർഡേ കുറച്ച് മോശമായിരുന്നെങ്കിലും സൺഡേ അതിന് ഇത് കോമ്പൻസേറ്റ് ചെയ്ത് നന്നായിട്ട് ആഘോഷിച്ച്, ആഘോഷം മീൻസ് നമ്മൾ നന്നായിട്ട് റിലാക്സായി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോസും കാണാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.